ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സൈദാസ് ക്യൂട്ട് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും എവിടെ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്നറിയോ? നമ്മൾ വീട്ടിലത്തെ കിച്ചണ് ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചൺ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ കിച്ചണിലേക്കുള്ള പെയിൻറ്റ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി 3 വീഡിയോയിൽ വന്നേക്കാം കേട്ടോ. നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ, ഈ ഒരു ഷോപ്പിലേക്ക്. അപ്പോൾ ഞാനും ഉണ്ട്, പിന്നെ ഇത്താടെ 2 മക്കളും ഉണ്ട് കേട്ടോ. ഒരു പെയിൻറ്റ് വാങ്ങാൻ വേണ്ടി എല്ലാവരെയും കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഉമ്മ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനപ്പോൾ വണ്ടിയിലിരുന്ന് വീഡിയോ എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ വേറെ ഷോപ്പിൽ പോയിരുന്നു കേട്ടോ. അവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെയിൻറ്റ് മിക്സായി കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പെയിൻറ്റ് വാങ്ങണ ഷോപ്പിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ അവിടേക്ക് പോകും മുമ്പ് ഇവിടെ വന്നപ്പോൾ ഷോപ്പ് അടച്ച പോലെയാണ് കേട്ടോ നമുക്ക് തോന്നിയത്. ലൈറ്റൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഷോപ്പ് അടച്ചെന്ന്. അപ്പോൾ പിന്നെ അവിടെ പോയപ്പോൾ ഉണ്ടല്ലോ അവിടെയും കറണ്ടുണ്ടായില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തെന്ന് കരുതി ആ ഒരു ഷോപ്പിൽ തന്നെയാണ് കേട്ടോ പെയിൻറ്റ് വാങ്ങിയത്. അപ്പോൾ ഞാൻ ഇനി മേക്ക് ഓവർ ചെയ്യും മുമ്പുള്ള നമ്മൾ കിച്ചൺ എങ്ങനെയെന്നെയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മേക്ക് ഓവർ ചെയ്യും മുമ്പുള്ള നമ്മളെ കിച്ചൺ ഇതേപോലെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. എനിക്കുണ്ടല്ലോ നമ്മൾ ഈ ഒരു കിച്ചണിൽ ഒരു വാൾട്ടയിൽ ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെ ഉള്ളത് തന്നെ അൽഹംദുലില്ലാ. എന്നാലും എനിക്കുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ആ കിച്ചണിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് തീരെ ആ ഒരു വാൾട്ടയിൽ നമുക്ക് നോക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു മനസ്സ് ഇങ്ങനെ ഒരു ടെൻഷൻ തന്നെ കേട്ടോ. എപ്പോഴും നമ്മളെ മനസ്സൊരു സങ്കടം അതല്ലെങ്കിൽ ഒരു അസ്വസ്ഥത തന്നെ ഫീൽ ചെയ്യുന്നു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ നമുക്കൊരു ശാന്തത തോന്നാത്ത പോലെയാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത്. അങ്ങനെ എല്ലാവർക്കും തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് ആ ഒരു ഡിസൈന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് അത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിച്ചണുള്ളത്. ഇതിന് മുമ്പ് വാൾപേപ്പർ ഒട്ടിച്ചതാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ അതും ഒലിച്ച് കളയണം. അത് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒലിഞ്ഞ് കുറേ നാൾ മുമ്പ് ഒട്ടിച്ചത് അതുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊക്കെയാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പം നമ്മളെ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കിച്ചണിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തത് ഈ ഒരു ഡോറ് വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുക്കണതാണ് കേട്ടോ. നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറാണ് ഇതപ്പോൾ ഇതൊരു ബ്രൗൺ കളറിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതിന് ഉമ്മ വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു പെയിൻ്റ് അടിച്ചു കൊടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ പ്രൈമർ അടിച്ചു കൊടുക്കാണ്ടാണ് നേരിട്ട് പെയിൻ്റ് അടിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ പെയിൻറ്റ് അടിക്കുമ്പോഴും നമ്മൾ താഴത്തെ ഒരു അഴുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പുറത്തേക്ക്. പിന്നെ ബ്രൗണും അല്ലേ, അതുകൊണ്ട് തന്നെ ഒരു ബ്രൗണ് മാറി വൈറ്റ് ആവാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. നമ്മൾ പെയിൻറ്റ് വാങ്ങി വന്നാൽ തന്നെ 2 കോട്ട് പെയിൻറ്റ് നമ്മൾ രാത്രി തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടും പിന്നെയും പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ വൈകിട്ട് ചെയ്യണത്. രാവിലത്തെ ആസിമോൻ്റെയും കുഞ്ഞുവാവാനൊക്കെ സ്കൂളിലേക്ക് വിടണ തിരക്കൊക്കെ കിച്ചണിൽ തന്നെയാണല്ലോ നമുക്ക് ഒക്കെ ചെയ്യേണ്ടി വരാം. അങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് പിന്നെ ഒരു കോട്ട് പെയിൻ്റ് അടിച്ചു കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ വൈകിട്ട് നമ്മൾ വിൻഡോ പെയിൻ്റ് അടിച്ചു കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ വിൻഡോമേലൊരു സ്റ്റീലിൻ്റെ കോർണറിലായിട്ട് വെക്കണ ഒരു റാക്കും വെച്ചിട്ടുണ്ടായി. അതിപ്പം ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വിൻഡോ പെയിൻ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന് മുമ്പുണ്ടല്ലോ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഈ ഒരു വിൻഡോയുടെ ഫ്രെയിം വൈറ്റ് പെയിൻറ്റും അടിച്ചു കൊടുത്തിട്ടുണ്ടായിട്ടോ. പക്ഷെ ഇപ്പം അത് നന്നായിട്ട് പെയിൻറ്റ് മങ്ങിപ്പോയിട്ടുകൊണ്ട് അഴുക്കുമായിട്ടുണ്ട് കേട്ടോ. അപ്പം പെയിൻറ്റ് അടിച്ചു കൊടുക്കണേ രണ്ടാമതും. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇതിന് മുമ്പ് റൂം മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കണം, നമ്മളെ ചാനലിലുണ്ട്. കിച്ചണിൽ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഉമ്മാക്കും എനിക്കും വേഗം ഇതൊന്ന് കഴിഞ്ഞാൽ മതി എന്നായിരുന്നു കേട്ടോ. നമ്മൾ റൂം മേക്ക് ഓവർ ചെയ്തപ്പോൾ നമ്മൾ തന്നെയാണ്, ഉമ്മ തന്നെയാണ് കേട്ടോ വാളും വിൻഡോ ഒക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തത്. പക്ഷെ റൂമിലൊക്കെ നമ്മൾ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യണ പോലെ അല്ലല്ലോ, കിച്ചണിൽ ചെയ്യുമ്പോൾ നമ്മൾ കിച്ചണിലത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒപ്പം നമ്മൾ ചെയ്തിട്ടാണ് ഉമ്മ ഇപ്പോൾ പെയിൻറ്റ് ചെയ്യാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച ഒരു ടൈമിൽ പെയിൻറ്റിങ് കഴിയണില്ല കേട്ടോ. പക്ഷെ അത് കരുതി നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും പെയിൻറ്റിങ്ങിന് ഏൽപ്പിക്കുകയാണെങ്കിലും കിച്ചണിലാണ് പണിയുന്നുണ്ടെങ്കിൽ ഉമ്മമാർക്ക് പണി തന്നെ ആയിരിക്കൂലേ. കാരണം അവർ വരുമ്പോഴാണെങ്കിലും നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കൊടുക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ പണികളുള്ളത് കിച്ചണിലാണ്. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഉണ്ടാകുന്നതും കിച്ചണിൽ തന്നെയാണ്. അപ്പോൾ അതൊക്കെ അവർ വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച് കൊടുക്കാനും പിന്നെ നമ്മൾ കുക്കിങ്ങിനായിട്ട് വേറെ ഏതെങ്കിലും ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉമ്മമാർക്ക് പണി തന്നെ ആയിരിക്കും. പക്ഷെ ഉമ്മയോടെ ഇപ്പോൾ രണ്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ചധികം സമയം എടുക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഉമ്മയോടൊപ്പം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഉമ്മ പെയിൻ്റ് അടിക്കണമെങ്കിൽ എനിക്ക് ഒന്നില്ലെങ്കിൽ കിച്ചണിലത്തെ കാര്യങ്ങൾ ചെയ്യുക, അതല്ലെങ്കിൽ ഉമ്മ ഇപ്പോൾ ഡോറ് പെയിൻ്റ് അടിക്കണമെങ്കിൽ എനിക്ക് അപ്പുറത്തെ സൈഡ് ഉമ്മക്ക് വേണമെങ്കിൽ പെയിൻ്റ് അടിച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ രണ്ടാമത്തെ കോട്ട് പെയിൻ്റ് അടിച്ച് കൊടുക്കുക, വിൻഡോ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മളപ്പോൾ ഒരാളും കൂടി ഒപ്പുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ നമ്മൾ ആസ്വദിച്ച് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഇവിടെ ഉമ്മ മാത്രം ചെയ്യണത് കൊണ്ട് നമ്മളിപ്പോൾ ഏതൊരു കാര്യവും ആസ്വദിച്ച് ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ ഇതിലുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് വിചാരിച്ച ആ ഒരു ഇതിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാണ്ടാകുമ്പോൾ ഒരു ടെൻഷനാണ് കേട്ടോ. കാരണം നമ്മൾ ഒരു തവണ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ കിച്ചണിലത്തെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ രണ്ടാമത്തെ കോട്ടിന് പിറ്റേ ദിവസമൊക്കെ അതേ ഭാഗത്ത് തന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ നമ്മളെ പെയിൻറ്റും ഒക്കെ നിലത്താകുമ്പോൾ പിന്നെ നമ്മൾ തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുക്കളയത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വാളിയിൽ പ്രൈമർ അടിച്ചു കൊടുത്തതിന് ശേഷം വിൻഡോ രണ്ടാമത്തെ കോട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. തലേ ദിവസം നമ്മൾ വിൻഡോ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഉമ്മ തന്നെ പെയിൻറ്റ് ചെയ്യണത് കൊണ്ട് നമുക്ക് കിച്ചണിലേക്കുള്ള പെയിൻറ്റിൻ്റെ പൈസ മാത്രം ചിലവായിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും പെയിൻറ്റിങ്ങിനായിട്ട് ഏൽപ്പിക്കുമ്പോൾ പൈസ വരുമല്ലോ. പക്ഷെ ആ ഒരു പൈസ നമ്മളേന്ന് പോവാത്തത് കൊണ്ട് നമ്മൾ കിച്ചണിലേക്കുള്ള വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞാവ ഒതുക്കി വെക്ക. ഇതൊക്കെ ചെയ്യണതിൻ്റെ ഉള്ളിൽ കുഞ്ഞുവാവയുടെ ഇഷ്ടത്തിന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹായ് പറ. ഹായ്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ചായ ഒക്കെ കുടിച്ചു കേട്ടോ. ഇപ്പം നമ്മൾ പ്രൈമറൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കിനും രാത്രി ആയിട്ടുണ്ട്. നമ്മൾ കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് താഴെ ഒന്ന് നോക്കണ്ട കേട്ടോ. താഴെ പെയിൻറ്റ് വീഴാതിരിക്കാൻ വേണ്ടി ഒരു തുണിയൊക്കെ നിലത്തിട്ടുണ്ട്. പിന്നെ കബോർഡിൻ്റെ ഉള്ളിലും കൂടി നമ്മൾ പ്രൈമർ അടിച്ചു കൊടുക്കണത് കൊണ്ട്
അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചേക്കാം കേട്ടോ. ഇപ്പം ആ പ്രൈമറൊക്കെ അടിച്ചു കൊടുത്ത് രാത്രി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു കോട്ട് പെയിൻറ്റൊക്കെ ചെയ്യണത് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ വിൻഡോ ആണെങ്കിലും ഡോറൊക്കെ നമ്മൾ രണ്ടാമത്തെ കോട്ടൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വാൾപേപ്പർ വാങ്ങിയതൊക്കെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ നമ്മൾ വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിലാണ് കേട്ടോ അതൊക്കെ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.